സ്വാമിയേ ശരണം അയ്യപ്പ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക്. ഇതിനിടെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത്തവണ 400-ലധികം സീറ്റ് നേടി BJP നയിക്കുന്ന NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന്. സ്വാമിയെ ശരണമയ്യപ്പ. ഇത്തവണ 400-ലധികം. പത്തനംതിട്ടയിൽ മലയാളത്തിൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാണ് പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ സംസാരം ആരംഭിച്ചത്. പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം എന്ന് ജനങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാണ് പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ സംസാരിച്ചത്. പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരമെന്ന് ജനങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തു. ഇത്തവണ 400-ലധികം സീറ്റുകൾ വേണമെന്നും പ്രധാനമന്ത്രി മലയാളത്തിൽ ആവശ്യപ്പെട്ടു. സദസ്സിലിരുന്ന BJP അനുഭാവികൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റുപറയുകയും ചെയ്തു. പത്തനംതിട്ടയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയ നരേന്ദ്രമോദിയെ ആറന്മുള കണ്ണാടി നൽകിയാണ് അനിൽ ആന്റണി സ്വീകരിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിയ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ നടന്ന പൊതുസമ്മേളനത്തിലും പങ്കെടുത്തിരുന്നു. ഇവിടെ നിന്നാണ് പത്തനംതിട്ടയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി എത്തിയത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി എന്ന് എന്നുള്ള കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. പ്രഖ്യാപനം നാളെ വൈകിട്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു. സിക്കിം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തീയതിയടക്കമാണ് നാളെ പ്രഖ്യാപിക്കുന്നത്. ജമ്മുകശ്മീർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നതും ചോദ്യമാണ്. മുൻ കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ഗ്യാനേഷ് കുമാർ, മുൻ ഉത്തരാഖണ്ഡ് കേഡർ IAS ഉദ്യോഗസ്ഥൻ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ പുതിയ കമ്മീഷണർമാരായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ശനിയാഴ്ച ഉണ്ടാകുമെന്ന് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം 2 കമ്മീഷണർമാരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. 17ാം ലോക്സഭയുടെ കാലാവധി ജൂൺ 16-നാണ് അവസാനിക്കുന്നത്. 2014, 2019 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി ഘട്ടം ഘട്ടമായി ഏപ്രിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇക്കുറി വോട്ടെടുപ്പ്. ഇതിനിടെ അടുത്ത കേരള സർക്കാരിന് 3 വർഷം. 24 സംസ്ഥാനങ്ങളിൽ വരുന്ന സർക്കാരുകൾക്ക് കാലാവധി തികക്കില്ല. റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന BJP സർക്കാരിന്റെ ആശയത്തിന് ബലം നൽകിക്കൊണ്ട് രാംനാഥ് കോവിന്ദ് സമിതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കൈമാറുകയുണ്ടായി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാ ഭേദഗതിയടക്കം നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടാണിത്. ഭേദഗതികൾ നിലവിൽ വരുന്നത് മുതൽ നിയമസഭ, തദ്ദേശ ഭരണസമിതി എന്നിവയുടെ കാലാവധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കണമെന്ന് ശുപാർശയുണ്ട്. റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തുന്ന മന്ത്രിസഭയ്ക്ക് 3 വർഷമേ കാലാവധി ഉണ്ടാകൂ. മറ്റ് 10ഓളം സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെ കാലാവധി 1 വർഷവും അതിന് താഴെയും മാത്രമായിരിക്കും. 2029 ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാകും ഇങ്ങനെ ക്രമീകരണം നടത്തുന്നത്. 2029 തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചാൽ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാന നിയമസഭകൾ 5 വർഷം കാലാവധി തീരുന്നതിന് മുൻപേ പിരിച്ചുവിടും. അതിനായി ഭരണഘടനയിൽ ഭേദഗതി വരുത്താനും രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. 2028 മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്ന 10 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. 2028 വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 1 വർഷവും അതിന് താഴെയും കാലാവധി മാത്രമായിരിക്കും ഈ സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാവുക.